ഹലോ എവ്രി വൺ. മാർച്ച് 28-നായിരുന്നു കാക്കുവിൻ്റെ നിക്കാഹ്. സോ അതിൻ്റെ ഒരു മിനി വ്ലോഗാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. നാളെ നമുക്ക് റിസപ്ഷന് വരുന്നുണ്ട്. അതായത് 28-ാം തീയതി പെണ്ണിൻ്റെ സൈഡിൽ നിന്നുള്ള കല്യാണം, 29-ാം തീയതി ചെറുക്കൻ്റെ സൈഡിൽ നിന്നുള്ള കല്യാണം. 11 മണിക്കും 12 മണിക്കും ഇടയിലാണ് നിക്കാഹ് വരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേനും ഇറങ്ങാനാണ് പ്ലാന്. രാവിലെ ഒരു 8 മണിയായപ്പോൾ തന്നെ ഞാനും സുന്ദാത്തൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പുതിയാപ്പിളനൊക്കെ ഇങ്ങോട്ട് ഒരുക്കിയെടുത്തു. അങ്ങനെ എല്ലാം സെറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണതിൻ്റെ ആകെ ഒരു തിരക്കിയിരുന്നു. ഞാനും സുന്ദാത്തിയും സെയിം ഔട്ട്ഫിറ്റ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഒരു ലാവൻഡർ കളർ തീമിലായിരുന്നു ഡ്രസ്സൊക്കെ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ക്ലച്ചിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്യാം. പിന്നെ ഫോട്ടോസും തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറായപ്പോഴത്തേനും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി പള്ളിയിൽ നിന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞ് വരുന്ന വരവാണിത്. ഇതാണ് എൻ്റെ നാത്തൂന്. ഞാൻ എൻ്റെ നാത്തൂന് അങ്ങനെ വീഡിയോസിലൊന്നും റിവീലാക്കിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് റിവീലാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. സോ ഇതാണ് എൻ്റെ നാത്തൂന്. ഇനിയിപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എൻട്രിയും സ്റ്റേജിൽ കൈ പിടിച്ച് കയറുന്നൊക്കെ ഒരു പരിപാടി ആയിരിക്കുമല്ലോ. അപ്പം എൻ്റെ നാത്തൂൻ്റെ പേര് ഷാഹിൻ എന്നാണ്. നമ്മളെല്ലാവരും ഷാനു എന്ന് വിളിക്കും. ഇനി ഞാൻ ഷാനു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. പിന്നെ സ്റ്റേജിലത്തെ എൻട്രിയും പിന്നെ ഒരു 2-3 കറക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മഹർ ഇട്ട് കൊടുക്കണ ഒരു പരിപാടിയായിരുന്നു. ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ ഇവരുടെ ഔട്ട്ഫിറ്റ്സ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാക്കു ഒരു കുർത്തിയും ഷാനു സാരി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കല്യാണത്തിൻ്റെ ഡീറ്റെയിൽഡ് വ്ലോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇതതിൻ്റെ മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ മഹർ കെട്ടുന്ന ടൈമിൽ സുമിത്താത്ത എവിടെയെന്ന് ചിന്തിക്കും. ആ ടൈമിൽ അയാൻ ബേബി നല്ല കരച്ചിലായതുകൊണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ആളും ബഹളമൊക്കെ ആയതുകൊണ്ട് അയാന് ഫുൾ ടൈം കരച്ചിലായിരുന്നു. എൻ്റെ കയ്യിലുള്ള ഹാൻഡ് സെറ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്ലച്ചിൻ്റെ കൂടെ ടാഗ് ചെയ്യാം. അങ്ങനെ എല്ലാം ഭംഗിയായി അവസാനിച്ച് നമ്മൾ അവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇനി റിസപ്ഷൻ്റെ വ്ലോഗൊക്കെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.